ആരാണ് ഈ ബാഗില് ഈ കഞ്ചാവ് നിങ്ങൾക്ക് തന്നു വിട്ടത്? ഇത് അവിടെ തായ്ലാൻഡിൽ ഇപ്പോൾ ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇവിടെ നിന്നുള്ളവർ അവിടെ പോയി നിന്നിട്ട്, കാരണം തായ്ലാൻഡിൽ ഇപ്പോൾ വിസ വേണ്ട. തായ്ലാൻഡിലേക്ക് പോകാൻ വിസ വേണ്ട, ജസ്റ്റ് ടിക്കറ്റ് എടുത്ത് റിട്ടേൺ ടിക്കറ്റ് കൂടി ചെയ്താൽ മതി. റിട്ടേൺ ടിക്കറ്റ്, അതായത് ഇന്നത്തെ ഡേറ്റിന് പോവുകയാണെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ടുള്ള റിട്ടേൺ ടിക്കറ്റ് കൂടി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് തായ്ലാൻഡിലേക്ക് പോയാൽ. നിങ്ങളെ കൊണ്ടുപോയതും അങ്ങനെയാണോ? അങ്ങനെയാണ്. റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ആ റിട്ടേൺ ടിക്കറ്റ് പിന്നീട് ചെക്ക് ചെയ്ത് ഞങ്ങൾ കസ്റ്റംസുകാർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഡമ്മി ടിക്കറ്റൊക്കെ ആയിരുന്നു. പക്ഷെ അതവിടെ പിടിച്ചിരുന്നാലും ഞങ്ങൾക്ക് പോക്കൂല് നടക്കൂലായിരുന്നു. ജസ്റ്റ് ടിക്കറ്റ് ഞങ്ങൾ ഫോണിൽ കാണിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അത് അവർ അകത്തിരിക്കുന്നവർ നോക്കുമ്പോൾ ഓക്കെ, വേറെ അവർ അതിനെക്കുറിച്ച് വേറെ ഒന്നും ചെക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നോക്കുന്നു, ഓക്കെ വിടുന്നു. പക്ഷെ അത് ഡമ്മി ടിക്കറ്റ് ആയിരുന്നു, ഫേക്ക് ടിക്കറ്റാണ്. പിന്നീട് വരെ നോക്കിയപ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്ക് സ്വാഭാവികമായി ഉണ്ടായിരിക്കും. ഈ കൊച്ചിയിൽ നിന്നും നിങ്ങളെ കൊണ്ടുപോയ ഏജൻസി, ഈ ഏജൻസിക്ക് അങ്ങനെയാണെങ്കിൽ ഈ ലഹരി കേസിൽ ബന്ധമുണ്ടോ? ബന്ധമില്ലാതെ അവർ കൊണ്ടുപോകില്ലല്ലോ ഞങ്ങളെ. നിങ്ങളെ കൊണ്ടുപോയത് ലഹരി കടത്താൻ വേണ്ടി ആയിരിക്കും. കാരണം എന്നെ മാത്രമല്ല, ഇപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ പബ്ലിക്കിൽ വന്നു നിൽക്കുന്നു, ഇതേപോലെ വരാതെ ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് പേരെ ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ്. തായ്ലാന്റിൽ എല്ലാം തായ്ലാന്റാണ്. ഈ തായ്ലാന്റിലാണോ ഈ ലഹരിയുടെ കാരണം തായ്ലാന്റ് ലീഗലാണ്. തായ്ലാന്റ് ലീഗലാണ്. അവിടെ വേറെ കുഴപ്പമില്ല. കഞ്ചാവിന് വിലയും കുറവാണ്. കഞ്ചാവിന് വിലയും കുറവാണ്, ലീഗലാണ്. അത് ഇവിടുത്തെ കൊച്ചിയിലെ 24 ഓരോ ഷോപ്പുണ്ടല്ലോ, ചായക്കട പോലെ, അതുപോലെ അവിടെ ഷോപ്പുണ്ട് കഞ്ചാവിന്റെ തായ്ലാന്റിൽ. കാരണം അവിടെ ലീഗലാണ്, അവർക്ക് അതൊരു കുഴപ്പമില്ല. ഇവിടെ കേരള സർക്കാർ മദ്യം വിൽക്കും പോലെയാണ് അവരവിടെ കഞ്ചാവ് വിൽക്കുന്നത്. ഇത്ര മണിക്കൂർ കേരള സർക്കാർ ഇവിടെ മദ്യം റോഡിൽ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ പെറ്റി അടിക്കും, അതുപോലെ തന്നെ അവരും റോഡിൽ വെച്ച് വാങ്ങിയിട്ട് റോഡിൽ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ പെറ്റി അടിക്കും. ആ രീതിയാണ്. അപ്പൊ നിങ്ങൾ അന്ന് അവിടെ ചെന്നപ്പോൾ 2 പേരാണല്ലോ ഇവിടെ നിന്നും പോയത് തായ്ലാന്റിലേക്ക്. ഈ പറയുന്ന ഒരു ഹോട്ടലിലായിരുന്നു താമസം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കൂടാതെ വേറെയും യുവാക്കൾ ഉണ്ടായിരുന്നു, മലയാളികള്? ആ ഹോട്ടലിൽ വേറെ കബളിപ്പിക്കപ്പെട്ടെത്തിയവര് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഈ റൂമിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് 5 ദിവസമായിരുന്നു അവിടുത്തെ റൂം ഉണ്ടായിരുന്നു. എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ ഇവർ വന്നായിരുന്നു, രണ്ട് മലയാളികൾ സ്കൂട്ടറിൽ വന്നായിരുന്നു. അവർ വന്നപ്പോഴത്തേക്കും അവർ വേറെ ആർക്കും വേണ്ടി റൂം എക്സ്റ്റെൻഡ് ചെയ്യണം, പക്ഷെ അത് കപ്പിൾസ് ആയിരുന്നു, ഫാമിലിയാണ്. അവർ ടൂർ പാക്കേജ് നടത്തുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് ടൂർ പാക്കേജ് നടത്തിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് കൊടുത്തു വിടുന്നുണ്ട്. ടൂർ പാക്കേജിന്റെ മറവിലും ലഹരി കടത്തുണ്ട്. നിങ്ങളെ ഈ വിസ തട്ടിപ്പ്, നമുക്ക് വിസ ആയിരുന്നു, വിസ തട്ടിപ്പ്. അതായത് ജോലിയുടെ ഇതില് ഫ്രീ വിസ എന്നുള്ള 1 രൂപ പോലും ഞങ്ങൾ മുടക്കണ്ട എന്നൊക്കെ പറയും. ഇന്ന് എനിക്ക് എല്ലായിടത്തും പറയാനുള്ളത്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊണ്ടുപോകണം, ഒന്ന് സൂക്ഷിച്ചോളണം. പഠിക്കാനാണെന്ന് പറഞ്ഞിരുന്ന വിടണായിരുന്നാലും ഒന്ന് നോക്കിക്കൊള്ളണം. കാരണം ശ്രദ്ധിക്കണം, എല്ലാവരും അതുപോലെ എന്നല്ല പറയണത്, അല്ലാണ്ട് പോണവരുണ്ട്. ഞാൻ ഒരുപാട് ആഡൊക്കെ കണ്ടിട്ടുണ്ട് പരസ്യം ഇപ്പോൾ. അതായത് 1 രൂപ പോലും ഞങ്ങൾ തരണ്ട, ഫുൾ ചെലവ് ഞങ്ങൾ നോക്കിക്കോളാം. നമ്മുടെ ഫുൾ ചെലവൊന്നും അവർക്ക് നോക്കേണ്ട എന്ത് ആവശ്യമാണ്? ഞാൻ അതെന്നാണ് മനസ്സിലാക്കണം. ഞാൻ പോയി ഒരു കാര്യത്തിൽ പെട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണം, ഞങ്ങളെ ഫുൾ ചെലവ് നോക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. അപ്പൊ ഈ വൈശാഖ് പിടിയിലായ കഞ്ചാവ് കേസ്, ആ കഞ്ചാവ് കേസിൽ വൈശാഖ് മാത്രമാണോ? അതിന്റെ കൂടുതൽ അന്വേഷണം ഉണ്ടായില്ല? കൂടുതൽ അല്ലാണ്ട് പുറത്തൊക്കെ നല്ല അന്വേഷണം വന്നിട്ടുണ്ട്. അല്ല, എന്തുകൊണ്ടാണ് വൈശാഖിന് ഈ ലഹരി കഞ്ചാവ് തന്നുവിട്ടവരിലേക്ക് അന്വേഷണം എത്തിയില്ല, ഇവിടുത്തെ ഈ ഏജൻസിയിലേക്ക് അന്വേഷണം എത്തിയില്ല? കാരണം കൂടുതൽ തെളിവുകളൊന്നും ഇല്ലായിരുന്നു. അല്ല, ഈ ഏജൻസിയെ കുറിച്ച് വിവരങ്ങൾ പറഞ്ഞില്ലായിരുന്നു? അവരെ ചോദ്യം ചെയ്യാൻ ഏജൻസി ആയിട്ടല്ലായിരുന്നു. എനിക്കൊരു നമ്പർ, ഒരു കോണ്ടാക്ട് നമ്പർ വന്ന് ഇവിടെ കൊച്ചിയിലുള്ള ഡയറക്റ്റ് ആയിട്ട് ബന്ധമില്ല, കൊച്ചിയിലുള്ള ഒരാളുടെ നമ്പർ തന്ന് അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്ത് പോണത്. അവരെ കോണ്ടാക്ട് ചെയ്ത് വിസ തന്നിട്ടുള്ള എനിക്ക് ഇവിടെ അറിയാന്നുള്ള വേറൊരു വ്യക്തിയാണ്. എനിക്ക് അത്ര അവനും പെട്ട ഒരു രീതിയാണ്. അവനും അടുത്ത് ഇവരെ ഇതിൽ പോകാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് അറിഞ്ഞപ്പോഴാണ് എന്നെ മാറിയത്. ആദ്യം ഞാനാണ് പോയത്, അങ്ങനെയാണ്. അപ്പൊ അവർക്ക് ഇതിലൊരു റോളില്ല. അങ്ങനെ ആദ്യം ഞങ്ങൾ പോയതാണ്. ഈ ഹൈബ്രിഡ് കഞ്ചാവ് 4.5 കിലോളം കടത്തിക്കൊണ്ട് വന്നല്ലേ? 1 കിലോ കഞ്ചാവിന് അവിടെയും ഇവിടുത്തെയും വില എത്രയായിരിക്കും? വില എത്രയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വില കുറവാണ്. എന്തായാലും നല്ല വില കുറവാണ്. കാരണം ഞങ്ങൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് റൂമിന് പുറത്തു വല്ല അവിടെ ഇറങ്ങാൻ പറ്റില്ല അവസ്ഥ. കാരണം ഞങ്ങളെ പൈസ ഇല്ലല്ലോ, ഞങ്ങളോട് ഒന്നുമില്ല. അത് ഞങ്ങളായിരിക്കുന്ന എനിക്ക് തോന്നുന്നു 400 ചില്ലറ ഇന്ത്യ മണി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് പോയത്.
ഓക്കെ, ഒരു വലിയ ഒരു ലഹരി മാഫിയ തന്നെ ആയിരിക്കാം ഇതിന് പിന്നിൽ. ഉറപ്പായിട്ടും. ഓക്കെ, ഇത് ഇവിടെ എത്തിച്ചിട്ട് ഇതിന്റെ ഇടപാട് വൈശാഖനോട് ഇത് കൊണ്ടുവന്നാൽ മതി എന്നാണ് പറഞ്ഞത്. കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അതിന് പ്രതിഫലം എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിരുന്നോ? ഇല്ല, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളത് ഡ്രഗ്സ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പോയാൽ മതി എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് തിരിച്ച് ഇവിടെ വന്നിട്ട് ഇല്ല, വീട്ടിലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളും, നിങ്ങൾ തിരിച്ചു പോലെ വെറുതെ പോണ്ട, കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളും അങ്ങനെയാണ് ഞങ്ങൾക്ക് തന്നു വിട്ടത്. അങ്ങനെ കൊണ്ടുവന്നത് അവനെ ചെക്കിങ് കഴിഞ്ഞ് അവ ഇറങ്ങി. അവന് വേറെ കുഴപ്പമില്ലായിരുന്നു. എനിക്കൊന്നും അതിനത് കാണൂല. അപ്പൊ അവൻ വീട്ടിൽ പോവുകയും ചെയ്തു. പിന്നെ അതിനെ തുടർന്ന് അവന്റെ വീട്ടിലും പോയി, പോലീസ് പോയി ചെക്കിങ് ഒക്കെ നടത്തി, എല്ലാം നടത്തി. ഇത് പറഞ്ഞാൽ ആ പെട്ടിയും ചോക്ലേറ്റും അല്ലാതെ അതെല്ലാം കാണിച്ചു കൊടുത്തു. അല്ലാണ്ട് വേറെ ഒന്നും അവൻ്റെ നിന്ന് കിട്ടിയിട്ടുമില്ല, ഒന്നുമില്ല. അവനും വേറെ ഒന്നുമില്ല. പിന്നെ ഇവര് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ പുറത്ത് വരുമ്പോഴത്തേക്ക് ആള് വരും, വിളിക്കാൻ വേണ്ടിയിട്ട് ആള് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിമാനത്താവളത്തിൽ എയർപോർട്ടിന്റെ പുറത്ത് ഞങ്ങൾ പോയി നിന്നാൽ മതി. അവിടെ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആള് വരും, വന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുള്ളൂ. പോയിട്ട് പുറത്ത് പോയിട്ട് സിം ഇട്ടാൽ മതി എന്ന് പറയും, കോള് വന്നോളൂ എന്ന് പറയും, വിളിക്കാം എന്ന് പറഞ്ഞു. കാരണം ഇവര് ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് പോണവരെ കറക്റ്റ് എല്ലാ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ അവിടെ എത്തിയതിനു ശേഷം പിന്നെ കറക്റ്റ് കോണ്ടാക്ട് ഇല്ല. ഒരു വിളിച്ചാ എടുക്കൂല, അങ്ങനെയൊക്കെ. ഞങ്ങളവിടെ വെച്ച് നല്ല പേടിച്ച്. ഇതുപോലെ നിരവധി പേര് കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും പലര് അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും വന്ന, ഇതിപ്പോ എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു അവിടെ പെട്ട് കിടക്കുമ്പോഴേ, സ്വന്തം നാടല്ല, ഇപ്പം അറിഞ്ഞാൽ പോലും സ്വന്തം നാട്ടിലോട്ട് നീ ഇത് കൊണ്ടുവരും, നിന്നെ സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു വിടുള്ളൂ എന്നൊരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞ് അവൻ കൊണ്ടുവരും. കാരണം അവനവൻ്റെ സ്വന്തം നാട്ടിൽ എത്തിയാൽ മതി എങ്ങനെയെങ്കിലും. ഇപ്പൊ എൻ്റെ അടുത്തോ സാറിൻ്റെ അടുത്തോ പറയാണ്, നിനക്കിപ്പോൾ തിരിച്ച് നാട്ടിൽ പോകണം, നീ ഇത് കൊണ്ടുപോയേ പറ്റൂ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നേ പറ്റൂ, നമുക്ക് നാട്ടിൽ എത്തണ്ടേ. അങ്ങനെ പലരും ഇതുപോലെ നിരവധി ഏജൻസികൾ കാണുമായിരിക്കും അല്ലേ? ഒരുപാട് പേരുണ്ട്. ഞാൻ പകുതി മാസത്തോളം ആയപ്പോഴത്തേക്ക് തന്നെ വേറൊരു കേസിൽ പ്രതി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ഇറങ്ങിയപ്പോഴത്തേക്ക് അതറിയില്ല, ഇവരാണോ ഇല്ലെന്ന് അറിയില്ല. കുറെ പേര് ഇല്ല, ഞാൻ ഇറങ്ങണേന്റെ അന്നാണ് വരുന്നത്. പുള്ളി വേറെ സെല്ലിലായിരുന്നു, കൂടുതലൊന്നും ചോദിക്കാനൊന്നും പറ്റിയില്ല. ലഹരി മാഫിയയുടെ ഒരു പ്രവർത്തന രീതിയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയായിരുന്നോ? രീതി എന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഇവിടെ എല്ലാരും ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇപ്പൊ കൊച്ചിക്കാരാണ് എല്ലാരും പറയുന്നത്. ലഹരി എന്ന് പറയുന്നത് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ഇടപാടുകൾ എന്ന് വെച്ചാലേ, ഒരിക്കലും കൊച്ചിക്കാരെ ഇതില് ഒന്നും പറയരുതാരും. അവർക്കതിൽ ഒരു ഇൻവോൾവും ഇല്ല. അവരവരെ കാര്യം നോക്കി. കൊച്ചിക്കാർ നോർമലി നമ്മൾ പുറത്തിറങ്ങി രാത്രി നൈറ്റ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു 10 പേര് കൂടി നിൽക്കുന്നിടത്ത് ആ 10 പേരും ചോദിച്ചു കഴിഞ്ഞാൽ 10 പേരും പല സ്ഥലത്തുള്ളവരാണ്. അതിൽ കൊച്ചിക്കാർ കാണൂല. വെറുതെയാണ് എല്ലാവരും ചുമ്മാ കൊച്ചിയാണ് അങ്ങനെ ഇങ്ങനെയെന്ന്. സത്യം പറഞ്ഞാൽ വെളിയിൽ നിന്നുള്ളവരാണ് വന്ന് കിടക്കുന്നത്.